ഫോട്ടോഷോപ്പിലെ മറ്റൊരു സെലക്ഷൻ ടൂളാണ് സിംഗിൾ റോ മാർക്കി ടൂൾ. ഈ ടൂള് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് നമുക്ക് ലൈൻസ്, അതായത് സ്ട്രേറ്റ് ലൈൻസ് നമുക്ക് വരയ്ക്കാനും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ ടൂൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് സിംഗിൾ റോ മാർക്കി ടൂള്. നമ്മൾ ആ ടൂൾ സെലക്ട് ചെയ്തിട്ട് പേജിൻ്റെ എവിടെയാണോ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഭാഗത്തായിട്ടാണ് ഞാൻ ഒരു ലൈൻ എനിക്കിങ്ങനെ ക്രോസ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഇവിടെ നിന്ന് ആ പോർഷനിൽ സെലക്ട് ചെയ്തു എന്നിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു റോ ആയിട്ട് ഒരു ഒറ്റൊരു ലൈൻ പോലെ ഒരു സെലക്ഷൻ വന്നിരിക്കുന്നത്. ഇനി നമുക്കിതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു പുതിയ ലെയറിലേക്ക് ആക്കി മാറ്റിയിട്ട് അതിലേക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ കളർ ഫില്ല് കൊടുത്തു കഴിഞ്ഞാൽ, ഓൾട്ട് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു കളർ ഫില്ലാവുന്നതാണ്. നമുക്ക് ഈ സെലക്ഷൻ നമുക്ക് ഡിസെലക്ട് ചെയ്ത് നോക്കാം. കൺട്രോൾ ഡി കൊടുത്തു. അപ്പോൾ അവിടെ ഒരു ലൈൻ വന്നിട്ടുണ്ട്. ശരിക്കും ഒരു പിക്സലിൻ്റെ ലൈനാണ് ആ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമോ ചെറിയൊരു നമ്മുടെ ഫോട്ടോഷോപ്പിൽ ആ പേജിലെ ഇതൊരു പിക്സലാണ്. അപ്പോൾ ആ ഒരു പിക്സലിൻ്റെ കണത്തിലാണ് ആ ലൈൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സിംഗിൾ റോ മാർക്കി ടൂൾ എന്ന ആ ടൂൾ കൊണ്ടുള്ള ഉപയോഗം. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കട്ട് ചെയ്ത് കളയണം. ഞാനിപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കളർ ഫില്ല് ചെയ്തിരിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് കളർ ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ആ ബാക്ക്ഗ്രൗണ്ട് ലെയർ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓൾട്ട് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള നീല കളർ അത് നമുക്കിതിലേക്ക് ഫില്ലാവുന്നതാണ്. അതാണ് ഫില്ലിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ. അപ്പോൾ നമ്മൾ ഇപ്പോൾ മറ്റേ സിംഗിൾ റോ മാർക്കി ടൂളാണ് നമ്മൾ യൂസ് ചെയ്യണം. അത് ഉപയോഗിച്ചിട്ട് നമുക്കിവിടെ ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, ഞാനിപ്പോൾ ഈ ലെയറിൽ ബ്ലൂ ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആ ടൂൾ സെലക്ട് ചെയ്ത് ഒരു സെലക്ഷൻ കൊടുത്തു. എന്നിട്ട് നമ്മളൊരു കൺട്രോൾ ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിലെ കളർ ഫില്ല് ചെയ്തു. കൺട്രോൾ ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ പച്ച കളർ അവിടെ വരുന്നത് കാണാം. ഇനിയിപ്പോൾ നമുക്കത് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് അത് മെർജ്ഡ് ആയിരിക്കുള്ളൂ, മെർജായിട്ടേ അത് കിട്ടുള്ളൂ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഷേപ്പ് നമ്മൾ ഉണ്ടെങ്കിൽ ആ ഷേപ്പിൽ നമുക്ക് ക്രോസ് ആയിട്ടൊരു പോർഷൻ, ഒരു ലൈൻ പോലെ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ അതിന് ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൂൾ സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ ലെയറിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ അവിടെ ആ ലെയറിന് ക്രോസ് ആയിട്ട് ആ സെലക്ഷൻ വന്നിരിക്കുകയാണ്. ഇനി നമ്മളത് മൂവ് ടൂൾ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അത്രയും പോർഷൻ കട്ടായി പോകുന്നതാണ്. ആ ഒരു പിക്സൽ കനത്തിൽ കട്ടായി പോകുന്നതാണ്. അതാണ് സിംഗിൾ റോ മാർക്കി ടൂൾ എന്നുള്ളത്. ഈ സെയിം ഇത് തന്നെയാണ് നമുക്ക് അതിൻ്റെ അകത്ത് നാലാമത്തെ ടൂളിലുള്ളത്, സിംഗിൾ കോളം മാർക്കി ടൂൾ. അതായത് ഇത് ഹൊറിസോണ്ടൽ വന്നുമ്പോൾ മറ്റത് വെർട്ടിക്കലായിട്ട്, കോളം വെർട്ടിക്കലായിട്ട് സെലക്ട് ആവും എന്നുള്ളൊരു ഓപ്ഷനാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് സെലക്ഷൻ ടൂള്. അപ്പോൾ നമുക്ക് ഫോട്ടോഷോപ്പിൽ ഒരു വർക്ക് ചെയ്യാൻ നേരത്ത് അത് വളരെ ഉപകാരപ്രദമുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമേജ് എടുക്കുക, ആ ഇമേജിനെ ഒരു പേജിലേക്ക് വലിച്ചിടുക, എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ സെലക്ഷൻ ടൂൾ വെച്ചിട്ട് കട്ട് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെലക്ഷൻ ടൂൾ വളരെ ഈസി ആയിട്ട് കിട്ടുന്നതാണ്. ഇനി സെലക്ഷൻ ടൂളിൻ്റെ അകത്തുള്ള വേറെ കുറേ ഓപ്ഷൻസുകളുണ്ട്. അത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാനത് പരിചയപ്പെടുത്തുന്നതാണ്.